ചേട്ടാ, മഹാകവി പിന്നെ സമാധാനം, ഇതിൽ നിന്ന് ഏതാ നമ്മളിപ്പോ ചൊല്ലാൻ പോകുന്നത്? മഹാകവി അല്ലേ? മഹാകവി. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. എല്ലാവർക്കും ഞങ്ങളുടെ രണ്ടുപേരും നമസ്കാരം. ഞങ്ങൾ ഒരു യാത്രയിലാണ്. രവിയേട്ടാ, മഹാകവിയെ കുറിച്ച് ആരാണ് മഹാകവി? കവി പറയുന്നത് ഞാനല്ല. കവിയെ കുറിച്ച് തന്നെയാണോ ഇത് പറയുന്നത്? അല്ല, മഹാകവി കാട്ടിൽ ഞാനൊരു കിളിയൊക്കെ ഉണ്ടോ, ആ കിളിയാണ് മഹാകവി. ആരാണ് മഹാകവി? ചരാചരം സർവം ഉറങ്ങുമ്പോൾ, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സ്വയം ഉണർന്ന് പാടുന്നത് ആരാണോ അവനാണ് മഹാകവി എന്നാണ്. അങ്ങനെ ഞാനൊരു കിളിയെ കണ്ടു, അങ്ങനെ ജീവിതം ധന്യമായി എന്നാണ് പറയുന്ന കവി. പുരുഷായുസ്സലി വഴിവക്കിൽ സാക്ഷാൽ കവിയെ കണ്ടു ഞാൻ, കവിത കേട്ടു ഞാൻ. അതാണ് അങ്ങനെ നല്ലത്. ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ടോ ഈ ഒരു കവിതയെ കുറിച്ച്? ഇല്ല, ഞാൻ വരികൾ തന്നെ. അപ്പൊ നമുക്ക് ചൊല്ലാം. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചൊല്ലി തുടങ്ങുമ്പോ ഞാൻ ചൊല്ലാം. ഉണർന്നു കോലായിൽ ഇഴഞ്ഞെത്തിയുണ്ടിൽ ചിരിയുമായി ദൂരെ ഉദയതാരക, ഇരുളും നേരിയ വെളിച്ചവും മഞ്ഞും വഴിവക്കൽ മൂടി പുതച്ചുറങ്ങുന്നു. കിഴക്കൻ മാമലകണി കണ്ടു കണ്ണു തിരുമുന്നു പാലയിലെത്തലപ്പൂക്കൾ. ഉണർന്നു കോലായിലിഴഞ്ഞെത്തി ചുണ്ടിൽ ചിരിയുമായി ദൂരയുദയ താരക, ഇരുളും നേരിയ വെളിച്ചവും മഞ്ഞും വഴിവക്കിൽ മൂടി പുതച്ചുറങ്ങുന്നു. കിഴക്കൻ മാമല കണി കണ്ടു കണ്ണു തിരുമുന്നു പാലയിലെത്തലപ്പുകൾ. അണിയറ പൂകി മുഖത്തെ തേപ്പുകൾ തുളയ്ക്കുന്നു വേർത്ത തെളിതാരനിര. ഉറക്കൊഴിച്ചേരെ തളർന്ന വൈദ്യുത പ്രഭാപ്രസരങ്ങൾ ചിതറും പാതയിൽ പരമശാന്തത മുകർന്നു യാത്രിക പദപ്രഹരങ്ങൾ ഒഴിഞ്ഞ പാതയെ. പരമശാന്തത മുകർന്നു യാത്രിക പദപ്രഹരങ്ങൾ ഒഴിഞ്ഞ പാതയെ. തുകിൽ ഭാണ്ഡം തൂക്കിയകല ലക്ഷ്യവും പിടിക്കുവാൻ ഊന്നി നടന്നു നീങ്ങവേ. വിളിച്ചു പൂവിട്ട മധുമാസമാവിൻ മറയ്ക്കകമൊളിഞ്ഞിരുന്നൊരു കവി, ഇരുളിലെ കാന്ത സുഖത്തിൻ തേൻ കിനിഞ്ഞൂരന്നൊഴുകുന്നോരു ഉദയഗീതത്തല്ലേ, ഉദയഗീതത്തെ അലിഞ്ഞു കണ്ണിമയിളകാതെ നിന്നു പുലർത്തന്നൽ വാരിപ്പുണരും മാമരം. ചരാചരം സർവമുറങ്ങുമ്പോൾ സ്വയമുണർന്നു പാടുവോരിവൻ മഹാകവി. അവിടെയാണ് സൂചന നൽകുന്നത്. അത് കിളി എന്നുള്ളത് കിളിയാണ് അല്ലേ പറയുന്നത്. പണവും സൽപ്പേരും തിരിയാത്ത ലോകമറിയാത്ത കവിയൊരു മുളം കിളി. പണവും സൽപ്പേരും തിരിയാത്ത ലോകമറിയാത്ത കവിയൊരു മുളം കിളി. അഭൗമമീ ഗാനം, അഭൗമമീ നാദം, അഭൗമമീ ഭാവം, അഭൗമമീ ഭാഷ. മലമുകളിലെ പെരും തൃക്കോവിലിൽ ഉദയതാരക തിരികൾ നീട്ടവേ. ഒഴുകിയ ഗാനമൊഴുകിയ കാവ്യമരുവിയായി പുലർക്കുളിരിളം കാറ്റി. ഉടലിമിപ്പാരും മറന്നു മറ്റെങ്ങോ പിറന്നു പുത്തനാം ഉടൽ പോകി ജീവൻ. പരാനുഭൂതി തന്മണി ഗോപുരങ്ങൾ തുറന്നു കാട്ടിയ കിളി മഹാകവി
കവിരൂപം കാണാൻ തളിരിട്ടോരില മറയിലേക്കൊന്നു ചരിച്ചു നോക്കവേ നിലച്ചിത ഗാനം നിലച്ചിത കാവ്യം ഒളിഞ്ഞുവോ ദൂരെ പറന്നുവോ കവി പുരുഷായുസ്സിലീ വഴിവക്കിൽ സാക്ഷാൽ കവിയെ കണ്ടു ഞാൻ കവിത കേട്ടു ഞാൻ ഹൃദയ കുഞ്ചത്തിലൊരു കോണിൽ ഗാനമൊഴുക്കി വാഴുന്നു മഹാകാവ്യകാരൻ. ഇതാണ് ആ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത് കവിത തന്നെയാണ്. അതെ അതെ അത്രയും ഇടതടവില്ലാണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആള്. അത് ശരി. ഏതായാലും മഹാകവി എന്നുള്ള ഞാൻ ആദ്യം വിചാരിച്ചു ഇത് സ്വന്തം പറയുന്നതാണോ കവിയെ കുറിച്ച്. ആദ്യം ഇത് എടുത്തപ്പോ എനിക്ക് അങ്ങനെ തോന്നി. കവി എപ്പോഴും തന്നെ കുറിച്ച് കുറച്ചേ പറയാറുള്ളൂ, കുറഞ്ഞ നിലയിൽ പറയുന്നു. ആത്മപ്രശംസ കവിക്കില്ല. താൻ 100 ചെയ്ത ഒരെണ്ണം ചെറുത് പറയുന്നു മാത്രം. അതെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. നേരെ മറിച്ചാണ്. ഇതൊന്നും ഞാൻ അതിലധികം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഞാനൊരു കവിത എഴുത്താണ് എൻ്റെ ജോലി. എന്താണ് കവിത? അത് ദൈവം തരുന്ന സന്ദേശമാണ്. ഞാൻ ചെയ്യുന്നത് ഒരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രമാണ്. പോസ്റ്റ്മാൻ എന്തായിരുന്നു? തൻ്റെ കയ്യിൽ കിട്ടുന്ന എഴുത്തുകൾ അദ്ദേഹം ആളുകളിലേക്ക് എത്തിക്കുന്നു. ഞാൻ എവിടുന്നോ വരുന്ന സന്ദേശങ്ങൾ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. എൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. പിന്നെ എനിക്കതിൽ അവകാശമില്ല എന്നാണ്. അപ്പൊ എവിടെ കിടക്കുന്നു? അതാണ് കവി. അതെ 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 ആത്മപ്രശംസ എന്നുള്ള കവിക്ക് അറിയേ. തൻ്റെ ഒരു ചെറിയ തെറ്റ് പോലും പെരുപ്പിച്ച് വളരെ വലുതായി കിടന്ന ആളാണ് കുഞ്ഞിരാമൻ നായർ. അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന തെറ്റ്, കളീസൻ്റെ ഒക്കെ പറയുന്ന തെറ്റൊന്നുമല്ല. അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? ഒരു തെറ്റ് ചെയ്തല്ലോ എൻ്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഞാൻ ജീവിതകാലം മുഴുവൻ തെറ്റ് ചെയ്തു. അവനവൻ്റെ ജോലി ഇതോടെ പോയത് തെറ്റാണോ? അല്ല. അന്ന് ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ബഹുഭാര്യത്വമുണ്ട് കാലത്ത് 1 or 2 വിവാഹം ചെയ്തുള്ളത് തെറ്റാണോ? അതും അല്ല. ഭർത്തൃത്വം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ നല്ല ജാതിക്കാരായ ആളുകളുടെ ഇടയിൽ ഭർത്തൃത്വം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെ നമുക്ക് പറയാൻ ബഹുഭർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ ഭർത്താവ് മുമ്പേത്തെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇവര് വേറെ ഒരാളെ വിവാഹം ചെയ്യുക. അത് സ്ത്രീകൾ ചെയ്തിരുന്നു. അതുപോലും ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്ത് നമ്മള് കവി ആകെ ഒന്നുമില്ല. അന്ന് കാലം അനുവദിച്ചതാണ്. നമ്പൂരിമാരുടെ ഇടയിൽ സാധാരണയാണ്. അവരുടെ ഇത് കല്യാണം കാണും, മറ്റേത് വേറെ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അമ്മ കല്യാണം കഴിച്ചത് ഒരു നമ്പൂരി തന്നെയാണ്. അത് ശരി. പട്ടാമ്പി സംസ്കൃത കോളേജിലെ പൊന്നിശ്ശേരി നമ്പിയുടെ കാര്യക്കാരനായിരുന്നു അങ്ങേര്. പാച്ചു മൂസതായിരുന്നു. അദ്ദേഹത്തിൻ്റെ നയന്മാരിലുള്ള ബന്ധത്തിലുണ്ടായ കുട്ടികളാണ് അവരൊക്കെ. അവർ അന്ന് അനുവദനീയമായിരുന്നു. അവർ വേളി ഒന്ന് മറ്റൊന്ന്. ഏതായാലും അടുത്ത കവിതയിലേക്ക് അടുത്ത പ്രാവശ്യം.